the first chapter. That is the first chapter name, Development Policies and Experience 1947 to 1990. ഇതാണ് നമ്മുടെ ആദ്യത്തെ മോഡ്യൂള്, ഡെവലപ്മെന്റ് പോളിസീസ് ആൻഡ് എക്സ്പീരിയൻസ് 1947 to 1990. ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഡെവലപ്മെന്റ് പോളിസീസിൽ വരുന്നത് നിങ്ങളോട് ഞാൻ പറഞ്ഞു. സർക്കാർ പല രീതിയിലുള്ള പോളിസികൾ കൊണ്ടുവരുന്നു. ആ പോളിസി കൊണ്ട് എന്തൊക്കെ വികസനങ്ങളാണ് ഇന്ത്യയിൽ നടന്നിട്ടുള്ളത്, അതിൻ്റെ പ്രായോഗിക വശങ്ങൾ എന്താണ് എന്ന് നമ്മൾ വിലയിരുത്തി. ഇനി ഈ മൊഡ്യൂളിലെ ഫസ്റ്റ് കമ്പോണന്റ്, ഫസ്റ്റ് ടോപ്പിക്കാണ് ലോ ലെവൽ ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റ് അണ്ടർ ദ കൊളോണിയൽ റൂൾ. ഇത് വളരെ ഒരു എന്താ പറയുക ഇൻട്രസ്റ്റഡ് ആണ്. ലോ ലെവൽ ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റ് അണ്ടർ ദ കൊളോണിയൽ റൂൾ. അപ്പം കൊളോണിയൽ റൂൾ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം. അതായത് കൊളോണിയൽ റൂൾ മീൻസ് ദാറ്റ്, ബട്ട് ഫസ്റ്റ് വി ഐഡന്റിഫൈ വാട്ട് ഈസ് മെന്റ് ബൈ കോളനി. വാട്ട് ഈസ് കോളനി? Colony shows that here there is a relation between two countries. One is the ruling country and other is colony. One is the ruler and other is colony. Who is ruling? That is known as ruler. ആരാണോ ഭരിക്കണത് അയാളാണ് റൂളർ. അപ്പം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ വൺ ഈസ് ദ റൂളർ ആൻഡ് അതർ ഈസ് ദ കോളനി. ആരെയാണോ ഭരിക്കുന്നത്, ആര് ഭരിക്കുന്നു, ആരെ ഭരിക്കുന്നു, ആരാണ് ഭരിക്കുന്നത് അയാൾ റൂളറും, ആരെ ഭരിക്കുന്നു അയാൾ ആരാണ്, കോളനിയാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇന്ത്യയുടെ നമ്മൾ അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ പേഴ്സ്പെക്റ്റീവ് നമുക്കൊന്ന് നോക്കാം. വാട്ട് അബൌട്ട് ഹിസ്റ്റോറിക്കൽ പേഴ്സ്പെക്റ്റീവ്? ചരിത്രപരമായിട്ടുള്ള ഒരു അവലോകനം നടത്താം. അതായത് that is the low level of economic development under the colonial rule. അതിനെ ഞാൻ എളുപ്പത്തിൽ പറയാം. വാട്ട് അബൌട്ട് ഇന്ത്യൻ ഇക്കോണമി ബിഫോർ ഇൻഡിപെൻഡൻസ്? ഇന്ത്യൻ ഇക്കോണമി ബിഫോർ ഇൻഡിപെൻഡൻസ്. ഇന്ത്യയുടെ, അതായത് ഇന്ത്യയെ ഹിസ്റ്റോറിക്കലായിട്ട് നമ്മൾ ഒരു അവലോകനം നടത്തുമ്പോൾ ആദ്യം നമ്മൾ പറയും വാട്ട് അബൌട്ട് ഇന്ത്യൻ ഇക്കോണമി ബിഫോർ ഇൻഡിപെൻഡൻസ്. ബിഫോർ ഇൻഡിപെൻഡൻസിൽ കടക്കുമ്പോൾ ഇതിന് നമുക്ക് രണ്ട് കാലഘട്ടമായിട്ട് കണ്ടോ, രണ്ട് പോയിന്റ്, രണ്ട് പീരീഡുകളായിട്ട് നമുക്ക് ഇതിനെ നോക്കാം. ഒന്ന്, വാട്ട് അബൌട്ട് ഇന്ത്യൻ ഇക്കോണമി ഡ്യൂറിംഗ് ദ പ്രീ ബ്രിട്ടീഷ്. Then what about Indian economy during the British period? When we added pre-British plus British, that is equal to, that is before independence. That is Indian economy before independence. അപ്പോൾ ബിഫോർ ഇൻഡിപെൻഡൻസിൽ രണ്ട് കാര്യങ്ങളാണ് വരുന്നത്. അതായത് സ്വാതന്ത്ര്യത്തിന്റെ തൊട്ടു മുൻപ്, സ്വാതന്ത്ര്യത്തിന്റെ തൊട്ട്. അപ്പോൾ ഇന്ത്യൻ ഇക്കോണമി ബിഫോർ ഇൻഡിപെൻഡൻസ് അനലൈസ് ചെയ്യാനായിട്ട് എളുപ്പത്തിന്, പഠിക്കാൻ എളുപ്പത്തിന് രണ്ട് പീരീഡായിട്ട് ഞാനിതിൽ തിരിക്കുകയാണ്. ഒന്ന് പ്രീ ബ്രിട്ടീഷ്, പ്രീ മീൻസ് ബിഫോർ, ബ്രിട്ടീഷുകാർ വരുന്നതിന് മുൻപുള്ള ഇന്ത്യൻ ഇക്കോണമി. രണ്ടാമത്തെ ബ്രിട്ടീഷ്, ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് പീരീഡ്, ബ്രിട്ടീഷുകാർ ഉണ്ടായപ്പോൾ ഇന്ത്യയുടെ അവസ്ഥ. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ ദാറ്റ് ഈസ് പ്രീ ബ്രിട്ടീഷ് പ്ലസ് ബ്രിട്ടീഷ് പീരീഡ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്ത്യൻ ഇക്കോണമി ബിഫോർ ഇൻഡിപെൻഡൻസ്. നമുക്കറിയാം ബിഫോർ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ 1947 മുൻപുള്ള കാലഘട്ടം. അപ്പോൾ 1947 മുൻപ് രണ്ട് കാലഘട്ടമുണ്ട്, പ്രീ ബ്രിട്ടീഷ് ഉണ്ട്, ഇതുപോലെ ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി. അപ്പൊ ഞാൻ ഈ പറഞ്ഞ നിങ്ങളെ ഞാൻ പറഞ്ഞത് വാട്ട് അബൌട്ട് ദ റൂളർ ആൻഡ് വാട്ട് അബൌട്ട് ദ കോളനി. അപ്പോൾ ഇൻ ദാറ്റ് കേസ് ബ്രിട്ടീഷ് ഇസ് ദ റൂളർ ആൻഡ് ഇന്ത്യ ബിക്കെയും ദ കോളനി. ഇതാണ് കോളനി, കൊളോണിയൽ റൂൾ കൊണ്ട് നമ്മൾ മനസ്സിലാവും. ഇനി ഇതിൽ നമ്മൾ നോക്കുകയാണ് വാട്ട് അബൌട്ട് ഇന്ത്യൻ ഇക്കോണമി ഡ്യൂറിങ് ദ പ്രീ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാരുടെ വരവിന് മുൻപ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ വാസ് സോ ഇൻഡിപെൻഡന്റ്. It was full of natural resources and full of agriculture resources. Then so many Indian, that is industries like handicraft industries are existed before that is before the advent of British, that is Britishers. ബ്രിട്ടീഷുകാരുടെ വരവിന്, ദാറ്റ്സ് ദി ആഡ്വന്റ് ഓഫ് ദി ബ്രിട്ടീഷ്. അതായത് ബ്രിട്ടീഷുകാരുടെ വരവിന് മുൻപ് എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളെ ഭരിച്ചിരുന്നത് കുറെ നാട്ടുരാജ്യം ഉണ്ടോ, പ്രിൻസിലി കോഡ്സുകളാണ് നമ്മളെ ഭരിച്ചിരുന്നത്. അതായത് കുറെ നാട്ടുരാജ്യം ഇന്ത്യയിലെ, അതായത് ബ്രിട്ടീഷുകാരുടെ വരവിന് മുൻപ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഭരിച്ചിരുന്നത് കുറെ പ്രിൻസിലി കോഡ്സ്, അതായത് കുറെ നാട്ടുരാജാക്കന്മാരാണ്. അപ്പോൾ ഇന്ത്യ അക്കാലത്ത് നമുക്കറിയാം, ഇന്ത്യ ഈ നാട്ടുരാജാക്കന്മാരുടെ ഭരണ സമയത്ത് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ശരിക്കും ഒരു ഗോൾഡൻ പീരീഡ് ആയിട്ടാണ് നമ്മൾ പറയുക. ഇങ്ങനെയുള്ള ഇന്ത്യയാണ്. അപ്പൊ ഇതാണ് ആദ്യ വശം. അപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞ കാർഷിക വികസനം ഉണ്ടായിരുന്നു, വ്യവസായങ്ങൾ, പ്രത്യേകിച്ച് അഗ്രികൾച്ചർ പ്രോഡക്റ്റ് ആണ് വ്യവസായം. അത് കോട്ടൺ ഇൻഡസ്ട്രി, ജൂട്ട് ഇൻഡസ്ട്രി, ഇതൊക്കെ അക്കാലത്തുണ്ടായിരുന്നു. മാത്രമല്ല ഹാൻഡിക്രാഫ്റ്റ്,
ഇതൊക്കെയാണ് അന്ന് ഉണ്ടായിരുന്നത്. ഇതുകൊണ്ടാണ് ഇന്ത്യയെ അന്ന് ഒരു ഗോൾഡൻ പീരീഡായിട്ട് ഞാനിവിടെ പറഞ്ഞത്. ഇനി നമ്മൾ ഇതിൽ നിന്നും ഇങ്ങോട്ട് കിടക്കാണ് ഇന്ത്യൻ ഇക്കോണമി ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് പീരീഡ്. ഇതാണ് നമ്മുടെ ചോദ്യം. That is the low level of economic development under the colonial rule. ഇത് പറയാൻ വേണ്ടിയാണ് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നോണം അല്ലെങ്കിൽ ഒരു ആമുഖം എന്നോണം ഞാനിത് സംസാരിച്ചത്. ഇനി വാട്ട് അബൌട്ട് ദ റീസൺസ് ഫോർ ദ ലോ ലെവൽ ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റ് അണ്ടർ ദ കൊളോണിയൽ റൂൾ. ആ ചോദ്യത്തിന് നമുക്കറിയാം, ഈ ടോപ്പിക്കിൽ തന്നെ നമുക്കൊരു അതിൻ്റെ ഔചിത്യം, അതായത് നമുക്ക് മനസ്സിലാവും ലോ ലെവൽ ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റ് നമ്മൾ സ്ഥാപിച്ചു. അതായത് കൊളോണിയൽ റൂൾ കൊണ്ട് നമുക്കൊന്നും ഉണ്ടായിട്ടില്ല, ലോ ലെവൽ ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റ് ആണ് എന്ന് സ്ഥാപിച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത്. വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് റീസൺസ് ഫോർ ലോ ലെവൽ ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റ് അണ്ടർ ദ കൊളോണിയൽ റൂൾ. അപ്പോൾ യാതൊരു സംശയമില്ല, കൊളോണിയൽ റൂൾ കൊണ്ട് ഇന്ത്യയുടെ അതായത് താഴ്ന്ന രീതിയിലുള്ള സാമ്പത്തിക വികസനമാണ് നമ്മൾ കൈവരിച്ചിട്ടുള്ളതെന്ന് മനസ്സിലായി. അപ്പം നമ്മൾ നോക്കുകയാണ് എന്താണ് കൊളോണിയൽ റൂളിന്റെ അവസ്ഥ എന്ന് നോക്കുക. അതായത് വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് റീസൺസ് ഫോർ ദ ലോ ലെവൽ ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റ് അണ്ടർ ദ കൊളോണിയൽ റൂൾ. അപ്പോൾ കോളനി എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ കോളനി എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ഒരാൾ ഭരിക്കുന്നു, ആരെയാണോ ഭരിക്കുന്നത് അയാളെ നമ്മൾ എന്ത് വിളിച്ചു? കോളനി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ത്യ ബിക്കെയിം ദ കോളനി ആൻഡ് ബ്രിട്ടീഷ് ബിക്കെയിം ദ റൂൾ. ഹി ഈസ് ദ റൂളർ ആൻഡ് ഇന്ത്യ ഈസ് ദ കോളനി. സോ ദിസ് ഈസ് നോൺ ആസ് കൊളോണിയൽ. ഇനി then we come to what are the important reasons for low level of economic development. Then we start that what are the important reasons for low level of economic development. അപ്പോൾ നമ്മൾ സമർത്ഥിച്ചു കൊളോണിയൽ റൂളിന്റെ സമയത്ത് ഇന്ത്യയുടെ സാമ്പത്തിക വികസനം വളരെ ലോ ലെവലിലായിരുന്നു, അല്ലെങ്കിൽ ലോ മീൻസ് താഴ്ന്ന രീതിയിൽ ആയിരുന്നു. What are the important reasons behind it? There are so many reasons are analyze how India became that is low level of economic development, or why it became low level. What are the important reason here? അതിൽ ചില പോയിന്റുകൾ നമുക്ക് നോക്കാം. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇന്ത്യയുടെ സാമ്പത്തിക വികസനം താഴ്ന്ന ഗതിയിലായത് അല്ലെങ്കിൽ മന്ദഗതിയിലായത്? ഇപ്പോൾ വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് റീസൺസ് ഫോർ ലോ ലെവൽ ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റ് പറയുന്ന പോലെ തന്നെ നമുക്കറിയാം. സോ വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇന്ത്യൻ ഇക്കോണമി ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് റൂൾ ഓർ കൊളോണിയൽ റൂൾ? ഇത് രണ്ടും ചോദിച്ചാൽ ഒരേ ഉത്തരം തന്നെയാണ്. വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് റീസൺസ് ഫോർ ലോ ലെവൽ ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാലും വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഇന്ത്യ സിറ്റുവേഷൻ ഡ്യൂറിങ് ദ കൊളോണിയൽ പീരീഡ് ഓർ ബ്രിട്ടീഷ് റൂൾ? ഇത് രണ്ടും ഒരേ ഉത്തരത്തിലാണ് നമ്മൾ എത്തുക. അപ്പം നമ്മൾ നോക്കി എന്തൊക്കെ കാരണം. ഇപ്പോൾ ഇവിടെ ഞാൻ ആദ്യം തന്നെ 2 പോയിന്റുകൾ ആദ്യം പറയാണ്. 8-10 പോയിന്റുകൾ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് അനലൈസ് ചെയ്ത് പോകണം. ഇങ്ങനത്തെ സ്ഥാപിക്കുകയാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ത്യ എന്തുകൊണ്ടാണ് താഴ്ന്ന ഗതിയിലായിട്ടുള്ളത്, അല്ലെങ്കിൽ വാട്ട് ആർ ദ റീസൺസ് ഫോർ ദ ലോ ലെവൽ ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റ്, ഓർ വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇന്ത്യൻ ഇക്കോണമി ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് പീരീഡ്. ആർ യു ക്ലിയർ ഹിയർ? ഓക്കെ, then we come to the point. The first point is that is low per capita income. Low per capita income, താഴ്ന്ന ആളോഹരി വരുമാനം. ഈ പെർ ക്യാപിറ്റ ഇൻകം അനലൈസ് ചെയ്യുമ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് നമ്മളൊരു പെർ ക്യാപിറ്റ ഇൻകം കണ്ടെത്തുക. ഒരു ഇക്കണോമിക്സ് സ്റ്റുഡൻസിന് അറിയുന്ന ഒരു കാര്യമാണ് നമ്മൾ എങ്ങനെയാണ് പെർ ക്യാപിറ്റ ഇൻകം കണ്ടെത്തുക. അതായത് നാഷണൽ ഇൻകത്തെ പോപ്പുലേഷൻ, ദാറ്റ് ഈസ് ദ സൈസ് ഓഫ് പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആരെ കിട്ടുക? പെർ ക്യാപിറ്റ ഇൻകം. അപ്പോൾ ഒരു രാജ്യത്ത് ജനസംഖ്യ വർദ്ധിക്കും തോറും ദേശീയ വരുമാനം ജനസംഖ്യ വർദ്ധിക്കുന്ന അതേ ലെവലിൽ നമുക്ക് വർദ്ധിക്കുകയാണെങ്കിൽ ആളോഹരി വരുമാനം അതുപോലെ തന്നെ പോകും. എന്നാൽ പലപ്പോഴും നമ്മൾ കാണുന്നത് ജനസംഖ്യ വർദ്ധിക്കും, പക്ഷേ ദേശീയ വരുമാനം അത്ര കണ്ട് ഉയരാറില്ല. ഇതുകൊണ്ടാണ് പലപ്പോഴും ആളോഹരി വരുമാനം താഴ്ന്നു പോകുന്നത്. ബ്രിട്ടീഷുകാരുടെ സമയത്ത് നമുക്കറിയാം ഈ ആളോഹരി വരുമാനം ഇന്ത്യയിലെ വളരെ താണുപോയി. കാരണം ദേശീയ വരുമാനത്തിലോട്ട് കിട്ടുന്ന ഷെയറുകൾ വളരെയധികം കുറഞ്ഞുപോയി. നമ്മുടെ കാർഷിക വസ്തുക്കളും അതുപോലെ വ്യാവസായിക പ്രോഡക്റ്റൊക്കെ അവരടിച്ചു മാറ്റി കൊണ്ടുപോയി. ഇതുകൊണ്ടാണ് അപ്പം നമ്മുടെ സാമ്പത്തിക വികസനം താണുപോയത്. നമുക്കറിയാം നമ്മുടെ നല്ല രീതിയിലുള്ള അഗ്രികൾച്ചർ പ്രോഡക്റ്റായ കോട്ടൺ, ഇതുപോലത്തെ ജൂട്ട്, ഇതൊക്കെ അവർ കൊണ്ടുപോയിട്ട് അവരുടെ വ്യവസായങ്ങളെ പോഷിപ്പിച്ചു കൊണ്ടുപോയി.
ഇതുകൊണ്ട് നമുക്ക് ദേശീയ വരുമാനത്തിലോട്ട് ഷെയർ ചെയ്യുന്ന കാർഷിക മേഖലയും വ്യവസായിക മേഖലയിലോട്ടുള്ള ഷെയറുകൾ ഈ GDP-യിൽ നിന്ന് കുറഞ്ഞു പോയി. ഇതുകൊണ്ടാണ് ആളോഹരി വരുമാനം കുറയാനായിട്ട് ഇടയായത്. ഇനി ഇപ്പം നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. വെൻ വി കമ്പയർ ഇന്ത്യ വിത്ത് US, ദാറ്റ് ഇസ് ദെയർ പെർ ക്യാപിറ്റ ഇൻകം, ഇന്ത്യയും US തമ്മിലുള്ള പെർ ക്യാപിറ്റ ഇൻകം നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ, കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയുടെ 40 മടങ്ങ് ആളോഹരി വരുമാനം കൂടുതലാണ് US-ൽ. കണ്ടോ, when we compare the per capita income of India with US, India's per capita income or US per capita income, this is higher. That's India's 40 times higher in US. That is the differences in India's per capita income and developed economy like US per capita income. That is the first important reason. So many connections here. One is then due to the contribution of agriculture and industry toward GDP reduces it, automatically decreasing our per capita income. At the same time, when we compare India with other developed economy, mainly US, India's per capita income, it was very low. That was the first important reason. What is the important reason for the low level of economic development during the colonial rule? And second point is that high proportion of population in agriculture and low percentage share in GDP. Here there is a complicated issue here. One is that high proportion of population in agriculture. Very short, excessive population pressure in agriculture. If you identify high proportion, that is equal to excessive population pressure in agriculture. കൂടുതൽ പേര് കാർഷിക മേഖലയെ ആശ്രയിക്കുക. And low percentage share in GDP. Here there is some dilemma here. Low percentage share in that is GDP. Majority people depend upon agriculture. About 2/3 population depend upon agriculture, and their contribution to GDP, this is less than 1/4 of the GDP. That creates some dilemma here. 3%, അതായത് 85% പേര് കാർഷിക മേഖലയെ ആശ്രയിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഹൈ പ്രപ്പോർഷൻ ഓഫ് പോപ്പുലേഷൻ ഇൻ അഗ്രികൾച്ചർ ഓർ എക്സസീവ് പ്രഷർ ഓൺ അഗ്രികൾച്ചർ, ബട്ട് their contribution less than 1/4. എത്രമാത്രം അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, അതിൻ്റെ GDP-യിലോ, ഇത് എത്രമാത്രം ജനങ്ങൾ കാർഷിക മേഖലയെ ആശ്രയിക്കുന്നുണ്ട്, അവരുടെ GDP-യുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. അപ്പം 85% പേരും കാർഷിക മേഖലയെ ആശ്രയിച്ചിട്ട് നമുക്കറിയാം ബാക്കി 15% മാത്രമേ മറ്റു മേഖലയിലേക്ക് പോകുന്നുള്ളൂ. എന്നിട്ട് 85% പേരെ ആശ്രയിക്കുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടണം, 85% ദേശീയ വരുമാനത്തിലോട്ട് കൊടുക്കണം. എന്നാൽ ഇത് 25-നേക്കാളും താഴെ. അപ്പൊ നോക്കിയേ, ഇവിടെ ഒരു ഇതാണ്, അതൊരു നമുക്കറിയാം ഒരു ചെറിയൊരു പ്രോബ്ലം നമുക്ക് കാണാൻ സാധിക്കും. 85% പേര് കാർഷിക മേഖലയെ ആശ്രയിച്ചിട്ട് their share toward GDP, this was less or lower percentage. Then what is the reason here? അപ്പോൾ നമ്മൾ നോക്കി എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനൊരു ചെറിയൊരു സ്റ്റഡി ഞാൻ കൊടുക്കുകയാണ് ടേബിൾ പ്രകാരം. അതായത് ഇന്ത്യയും മറ്റു ഡെവലപ്ഡ് കൺട്രീസായ ജപ്പാനെയും USA അമേരിക്കയുമായിട്ട്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇതിൽ ഞാനൊരു ടേബിളാണ് കാണിച്ചിട്ടുള്ളത്. ഈ ടേബിളിൽ ഫസ്റ്റ് കോളത്തിൽ കൺട്രീസിനെ മെൻഷൻ ചെയ്യുന്നു, രണ്ടാമത്തെ കോളത്തിൽ പെർസെൻറ്റേജ് പീപ്പിൾ ഇൻ അഗ്രികൾച്ചർ, കാർഷിക മേഖലയിലോട്ട് എത്രമാത്രം ജനങ്ങളാണ് ഇതിനെ ആശ്രയിക്കുന്നത്. മൂന്നാമത്തെ ഹെഡിങ് എന്ന് പറഞ്ഞാൽ അത് ടേബിളിൻ്റെ കോളത്തിൻ്റെ ഹെഡിങ് ആണ് ഷെയർ ഓഫ് GDP. ഷെയർ ഓഫ് GDP, ദാറ്റ് ഈസ് ഈക്വൽ ടു ദ സമ്മേഷൻ ഓഫ് first, second and third sector. First, second and third sector you are so familiar. First means primary sector, and second is secondary sector, and third is tertiary sector or service sector. Their share toward GDP, what about their share? That is known as the third column. It is divided into agriculture, industry and service. Primary means agriculture sector, secondary means industrial sector, tertiary sector, that is equal to service sector. അപ്പോൾ ടേബിളിലെ ആദ്യത്തെ കോളത്തിൽ ഞാൻ കാണിക്കുന്നത് കൺട്രിയാണ്. ആദ്യത്തേൽ നമ്മൾ USA എടുക്കുന്നുണ്ട്, ജപ്പാൻ, മൂന്നാമത് ഇന്ത്യ. ഇനി അവരുടെ എത്രമാത്രം പീപ്പിള് കാർഷിക മേഖലയെ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. അത് മാത്രം നമുക്ക് എടുക്കാം. അപ്പോൾ USA കാർഷിക മേഖലയെ ആശ്രയിക്കുന്നത് വെറും 4% ആണ്.
അപ്പൊ ബാക്കി 96% മറ്റ് രണ്ട് വിഭാഗങ്ങളാണെന്ന് മനസ്സിലാക്കാം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ when an economy starts to develop, their share towards primary sector start to decline and other two sectors are started to increasing. ഇതാണ് നമ്മൾ സാധാരണ കാണുക. when an economy starts to develop, ഒരു രാജ്യം വികസിക്കാൻ തുടങ്ങുമ്പോൾ കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് പ്രൈമറി സെക്ടർ സ്റ്റാർട്ട് ടു ഡിക്ലൈൻ. അതായത് കാർഷിക മേഖലയിൽ നിന്നും കിട്ടുന്ന എന്താണ് ഷെയർ GDP-യിലോട്ട് കുറഞ്ഞു പോകുന്നു. എന്നാൽ മറ്റ് രണ്ടു മേഖലകളുടെയും ഷെയർ കൂടി പോകുന്നു. അപ്പൊ ഇതിൽ ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകാം ഇതൊരു വികസിത രാജ്യമാണ്. ഇതുകൊണ്ടാണ് കാർഷിക മേഖലയുടെ കോൺട്രിബ്യൂഷൻസ് വെറും 4% ആയിട്ടുള്ളത്. അപ്പം ഇവരുടെ 4% മാത്രമേ കാർഷിക മേഖലയെ ഇവർ ആശ്രയിക്കുന്നുള്ളൂ. ഇതുപോലെ ജപ്പാനാണെങ്കിൽ ഇന്ത്യ. ഇതേ സമയം ഇന്ത്യയിലെ മോർ ദാൻ 50%, അതായത് 54.9% ജനങ്ങളും കാർഷിക മേഖലയെ ആശ്രയിക്കുന്നത്. ഇതാണ് that is the high proportion of population in agriculture എന്ന് പറയാനുള്ള കാരണം. 54.9 എന്ന് പറഞ്ഞാൽ about 55% people are dependent upon agriculture. ഇനി what about the share toward GDP? ഇനി നമ്മൾ നോക്കുകയാണ് ഇവരുടെ GDP-യിലുള്ള ഷെയർ. GDP എന്ന് പറഞ്ഞാൽ ദേശീയ വരുമാനത്തിലോട്ടുള്ള അവരുടെ ഷെയർ ഞാൻ നോക്കുകയാണ്. അത് അനലൈസ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇനി ഇത് ഷെയർ ഓഫ് GDP ആണ് നോക്കുന്നത്. ഷെയർ ഓഫ് GDP-യിലെ ഒന്നാമത്തെ ആള് അഗ്രികൾച്ചർ, രണ്ടാമത്തെ ആൾ ഇൻഡസ്ട്രി, മൂന്നാമത്തെ ആൾ സർവീസ്. അത് തന്നെയാണ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിഷറി സെക്ടർ. അപ്പോൾ നമ്മൾ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റും ജപ്പാനിലെ 4% ജനങ്ങൾ കാർഷിക മേഖലയെ ആശ്രയിച്ചിട്ട് അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് GDP-യിലോട്ട് 1.3%. കുറച്ച് കുറവാണെങ്കിലും നമുക്ക് എടുത്ത് പറയത്തക്ക ഗണ്യമായ മാറ്റം ഇല്ല എന്ന് തന്നെ പറയാം. പിന്നെ 1.3 എന്ന് പറഞ്ഞാൽ 3.7 മാത്രമേ അതിൽ കുറവുള്ളൂ. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്കത് ടാലിയാക്കി പോകാം. എന്നാൽ അവരുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻസ് 21.8%, സർവീസ് സെക്ടറിലെ 76.9%. ഇതിൽ നിന്നാണ് നമ്മൾ പറയുന്നത് ഇവരു ഡെവലപ്ഡ് കൺട്രിയാണ് നമ്മൾ പറയുന്നത്. എന്നാൽ കാർഷിക മേഖലയിലോട്ടുള്ള കോൺട്രിബ്യൂഷൻ കുറവാണ്. എന്നാൽ 4% മാത്രമേ അവരെ ആശ്രയിക്കുന്നുള്ളൂ. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അത്ര എടുത്തു പറയുന്ന പ്രശ്നമൊന്നും കാണുന്നില്ല. When we come to the second point, what about the Japan's, that is how much people are dependent upon agriculture, and what about their contribution toward GDP? That's 5% people are dependent upon agriculture. 5% പേര് ആശ്രയിക്കുന്നു. Their contribution toward GDP, this was 1.4%. 1.4%. ഇതും നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കില്ലേ. കാരണം 5% പേര് അതിൽ ഡിപ്പെൻഡ് ചെയ്തിട്ട് 1.4%, അതായത് ഏകദേശം 1.5 എന്ന് പറയാം, 1.5% അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഏകദേശം 3.6 ആണ് ഇതിലെ ഡിഫറൻസ്. അതും നമുക്ക് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. എന്നാൽ അവരുടെ ഷെയർ ഓഫ് സെക്കൻഡ് ആൻഡ് തേർഡ് ദിസ് വാസ് 29.3% ആൻഡ് 69.3%. അപ്പോൾ their second and third sector contribution towards GDP, this was very high. That was the second point. And third is that when we come to the point of India, there's the reasons for low level of economic development, there's high proportion of population plus whatever their contribution towards GDP, about 54.9. 55% people are dependent upon agriculture and their contribution towards GDP, this was 14.5, about 15%. What about the difference here? About 55% people are dependent upon agriculture, their contribution towards GDP, this was only 14.5, that is 15%. There is a paradox here. At the same time, their industrial sector contribution 28.2% and 57.3%. You make an analysis here. 55% people are dependent upon agriculture, that is only 45% depend upon other two sectors. കണ്ടോ, ഇതില് 55% കഴിച്ച് ബാക്കി 40% ഈ രണ്ട് മേഖലയിലോട്ടുള്ളത്. ഈ 45% പേര് ഇതില് പ്രവർത്തിച്ചിട്ട് അവരെത്ര കൊടുക്കുന്നുണ്ട്? മോർ ദാൻ 85% ഇവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നോക്കിയാൽ എത്രമാത്രമാണ് കാർഷിക മേഖലയുടെ അധോഗതി എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഇതാണ് that is the point here, high proportion of population in agriculture and low share of
GDP. ഇതാണ് രണ്ടാമത്തെ പോയിന്റായിട്ട് നമ്മളത്. അപ്പോൾ ഇത്രയും നമുക്ക് മനസ്സിലായി. നമ്മൾ പഠിച്ച എന്തൊക്കെയാണ്? ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ എടുത്തു, അതൊരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നാം ചാപ്റ്റർ എടുത്തു. അതെന്തുകൊണ്ടാണ് ഇന്ത്യ, വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് റീസൺസ് ഫോർ ലോ ലെവൽ ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റ്, ഓർ ദ സെയിം ക്വസ്റ്റൻ ഈസ് ദാറ്റ് വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് characteristics of Indian economy during the British. 2 പോയിന്റ് മാത്രമാണ് ഞാനിവിടെ പറഞ്ഞത്. ഒന്ന് ലോ ലെവൽ ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റ്, രണ്ടാമത്തെ പോയിന്റ് ഹൈ പ്രൊപ്പോർഷൻ ഓഫ് പോപ്പുലേഷൻ ഇൻ അഗ്രികൾച്ചർ ആൻഡ് ലോ ഷെയർ ഓഫ് GDP. ഇനി ഇതിൽ നിങ്ങൾ പഠിക്കുമ്പം ഞാൻ നിങ്ങൾക്ക് നോട്ട്സുകൾ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. ഡിഗ്രി ലെവലിൽ നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പറയേണ്ട കാര്യമൊന്നുമില്ല, പോയിന്റുകൾ എഴുതി തന്നെ. പക്ഷെ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവാൻ, ഇനി ഫർദറായിട്ട് നിങ്ങളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പോകുന്നു, അല്ലെങ്കിൽ ഭാവിയിൽ ഹയർ സ്റ്റഡീസിന് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇതിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോയിട്ടുള്ളത്. നിങ്ങൾ പരീക്ഷ നിങ്ങളുടെ 5th സെമ്മിൻ്റെ ഇന്ത്യസ് ഇക്കണോമിക് ഡെവലപ്മെന്റ് നാഷണൽ ആൻഡ് റീജിയൻ അല്ലെങ്കിൽ ഇന്ത്യൻ ഇക്കോണമി വെച്ച് പറയുമ്പോൾ ഡിഗ്രി ലെവലിൽ നിങ്ങൾ അത്ര ഊന്നലായിട്ട് എംഫസൈസ് ആയിട്ട് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പോകുമ്പോൾ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്രയും നമ്മൾ പറഞ്ഞത്. ഇതിന് നമുക്ക് ഇനി 6-7 പോയിന്റ് കൂടി അനലൈസ് ചെയ്യാണ്ട് നൗ വി സ്റ്റോപ്പ് ഹിയർ. ഡിയർ സ്റ്റുഡൻസ്, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കമൻറ്റ് ബോക്സിലിടുക. അതായത് എന്തെങ്കിലും നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ വേണം, മനസ്സിലാവാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇനി മിസ് മലയാളത്തിൽ പറഞ്ഞു തരേണ്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. ഇനി ഇതിൻ്റെ നോട്ട്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതാത് ദിവസങ്ങൾ ക്ലാസ് എടുത്തതിൻ്റെ നോട്ട്സ് കൊടുത്തിട്ടുണ്ടാവും.